ഹായ് ഫ്രണ്ട്സ്, സൂര്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് എങ്ങനെ മുളകിട്ട് മീൻകറി വെക്കാം എന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അയലയാണ്. അയല മാത്രമല്ല നമുക്ക് മുളകിട്ട് വെക്കാൻ പറ്റുന്നത്. നമുക്ക് ചാള, മത്തി, അതുപോലെ തന്നെ ചൂര, അങ്ങനെയുള്ള എല്ലാ മീൻ തന്നെ നമുക്ക് മുളകിട്ട് വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അയലയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണ്. അപ്പം കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അയല മീന്. അപ്പം അതിന് 2 അയല മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി എത്ര കൂടുന്നോ, ഫിഷിന്റെ എണ്ണം എത്ര കൂടുന്നോ അതനുസരിച്ച് നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 5-6 അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്ക് ഈ സവോള ചെറുതായിട്ട് അരിയണം. സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ കൂടി ഞാൻ നേരത്തെ മുളക് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 മുളക് 2ആയിട്ട് നേരെ നെടുകെ കീറി 2ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം തക്കാളി, മുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീഫ്. അപ്പം ഞാൻ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ എണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിൽ ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തത്. ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതായത് ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി കടുകൊക്കെ തട്ടി കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ പൊട്ടി വരും. ഞാൻ ഇത്ര കടുക് എടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കടുക് പൊട്ടി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കടുക് പൊട്ടുന്നതിന് കൂടെ തന്നെ ഞാൻ കുറച്ച് ഉലുവ, അതായത് പൊടിക്കാത്ത പച്ച ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ കിടന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, ഇത് രണ്ടും ഒന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്കിത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിക്കോ കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കിടക്കുന്ന ഭാഗം മാത്രമേ ഒന്ന് മൂത്ത് വരുള്ളൂ. അപ്പം ഇതാകുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഓയിലും എല്ലാം പറ്റി നല്ല പെട്ടെന്ന് മൂത്ത് കിട്ടും. കണ്ടോ, ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള തട്ടി കൊടുക്കുകയാണ്. അതും അതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പൊ ഇത് സവോള കുറച്ച് വെള്ളം ഇറങ്ങി നല്ല കണക്ക് വഴണ്ട് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോഴേക്കും നമുക്കൊന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ചു കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് വഴണ്ട് കിട്ടും. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇതിന്റെ കൂടെ. ഇട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി അടച്ചു വെച്ചു കൊടുക്കാം. ആ സമയമാകുമ്പോഴേക്കും സവോളയുടെ വെള്ളം എല്ലാം ഇറങ്ങി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇപ്പൊ തന്നെ സവോള പാതി വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്ക് അടപ്പടച്ച് വെച്ച് കൊടുക്കാം. നോക്കി, നമ്മുടെ സവോള ആവി കയറി നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്.
ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മുളകും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി എല്ലാം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, ഇത് ഇതിൽ കിടന്ന് നല്ലപോലെ വഴണ്ട് പാകമായി വെന്ത് വരട്ടെ. ജ്യൂസി ടൈപ്പിൽ കിട്ടണ്ടേ, അതിനു വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇടുകയാണ്. അതായത് നമ്മൾ 3 മുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പുളിയും മുളകും ഇടുന്ന മീൻകറിയിൽ ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടാറില്ല, ചില ആൾക്കാർ മല്ലിപ്പൊടി ഇടും. ഞാൻ മല്ലിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം അതുപോലെ തന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു 2-3 ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 3-4 കുടംപുളി കഴുകി വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം വേണം, കാരണം നല്ല തിക്കായിട്ട് നിൽക്കുകയാണ് ഇതിപ്പം. നമുക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് കുറച്ച് അധികം കറിയായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് വെന്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും. ഈ മീൻകറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുളിയും മുളകും വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നല്ല ഇതിന് ടേസ്റ്റ് വരുന്നത്. ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് നാളെയൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ മൺചട്ടിയിൽ ഈ മീൻകറി വെച്ച് തലേ ദിവസം തന്നെ മീൻകറി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തതൊന്ന് ചൂടാക്കി കഴിക്കുമ്പോഴേക്കും എന്ത് നല്ല ടേസ്റ്റാണ്. ഈ കൊടംപുളിയുടെയും തക്കാളിയുടെയും എല്ലാ ടേസ്റ്റ് എല്ലാം മീനിലും പിടിച്ച് നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്കിവിടെ മൺചട്ടിയൊന്നും ഇല്ല, അപ്പം അതുകൊണ്ടാണ് ഈ പാനിൽ വെക്കുന്നത്. മൺചട്ടി ഉള്ളവർ അതിൽ വെക്കാൻ ശ്രമിക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഉപ്പ് നോക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ മീനും കൂടി ചേരാനായിട്ടുണ്ട്. വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് ഒന്നും കൂടി നോക്കി ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടപ്പ് വെച്ച് അടച്ചു വെക്കാവുന്നതാണ്. അതായത് കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല തിളയ്ക്കുന്നുണ്ട്, നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. നോക്കിയേ, നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അടക്കിടുന്ന്
തിളക്കട്ടെ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ആവിയിലിരുന്ന് മീനെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. നമ്മുടെ മീൻകറി തിളച്ച് പറ്റി പാകമായി വന്നിട്ടുണ്ട്. നോക്കി, മീനെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, എന്തെങ്കിലും പൊടിച്ച കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മുടെ മീൻകറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്ത് നല്ല പാകമായിട്ട്, കുറച്ച് കപ്പയും മീൻകറിയും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോഴേക്കും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വരും വരേക്കും എല്ലാവർക്കും ബൈ.